കൊല്ലത്തേക്കാണ്. കൊല്ലത്ത് കല്ലുംതാഴത്ത് ലഹരി പരിശോധനയ്ക്കിടെ എക്സൈസ് ഇൻസ്പെക്ടറെ കാറിടിച്ച് അപായപ്പെടുത്താൻ ശ്രമം. എൻഫോഴ്സ്മെന്റ് ആൻഡ് നർക്കോട്ടിക് ഇൻസ്പെക്ടർ ദിലീപിനെയാണ് അപായപ്പെടുത്താൻ ശ്രമിച്ചത്. സമാനമായി പാലക്കാട് വടക്കഞ്ചേരിയിൽ ലഹരി വിൽപ്പന തടയാൻ ശ്രമിക്കുന്നതിനിടെ പോലീസുകാരനെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. മലപ്പുറം എടപ്പാളിൽ യുവാവിനെ ലഹരി സംഘം തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു. കായംകുളത്ത് MDMA-യുമായി 2 യുവാക്കളും പെരുമ്പാവൂരിൽ ഹെറോയിനും കഞ്ചാവുമായി 3 അതിഥി തൊഴിലാളികളും പിടിയിലായി. ചാത്തന്നൂരിൽ നിന്ന് കാർ മാർഗം MDMA കടത്തുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊല്ലം കല്ലുംതാഴത്ത് എക്സൈസ് വാഹന പരിശോധന നടത്തിയത്. കാർ പരിശോധിക്കാൻ ഇൻസ്പെക്ടർ എത്തിയപ്പോൾ വാഹനം മുന്നോട്ടെടുക്കുകയായിരുന്നു. എക്സൈസ് പിന്തുടർന്നതോടെ കാർ മാമ്പുഴയിൽ ഉപേക്ഷിച്ച് ഡ്രൈവർ കടന്നുകളഞ്ഞു. പരിശോധനയിൽ വാഹനത്തിൽ നിന്ന് 4 ഗ്രാം MDMA കണ്ടെടുത്തു. കാർ ഓടിച്ചയാളെ കണ്ടെത്താനുള്ള അന്വേഷണം ആരംഭിച്ചു. പാലക്കാട് വടക്കഞ്ചേരിയിൽ ലഹരി വിൽപ്പന തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് ASI ഉവൈസിനെ കാറിടിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചത്. ഉവൈസിന്റെ കാലിനാണ് പരിക്കേറ്റത്. കൂടെയുള്ള പോലീസുകാർ ചാടിമാറിയതിനാൽ മറ്റപകടം ഉണ്ടായില്ല. മലപ്പുറം എടപ്പാളിൽ യുവാവിനെ ലഹരി സംഘം തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു. കുറ്റിപ്പാല സ്വദേശിയായ 18-കാരനോട് ലഹരി സംഘം സഹപാഠിയായ വിദ്യാർത്ഥിനിയുടെ നമ്പർ ചോദിച്ചു. നമ്പറില്ലെന്ന് പറഞ്ഞതോടെയാണ് സംഘം കയ്യിൽ കരുതിയ വടിവാളെടുത്ത് ഭീഷണിപ്പെടുത്തിയത്. സംഭവത്തിൽ പൊന്നാനി സ്വദേശി മുബഷീറും മുഹമ്മദ് യാസറും മറ്റൊരു 17 വയസ്സുകാരനുമാണ് പിടിയിലായത്. എറണാകുളം പെരുമ്പാവൂരിൽ അസം സ്വദേശിയിൽ നിന്ന് 20.78 ഗ്രാം ഹെറോയിൻ കണ്ടെത്തി. അസം സ്വദേശിയായ ഇസാദുൽ ഇസ്ലാമാണ് പിടിയിലായത്. പെരുമ്പാവൂരിൽ 2 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശി സന്തോഷ് മഹന്തി, അസം സ്വദേശി ദിനുൽ ഇസ്ലാം എന്നിവരെ പിടികൂടി. ആലപ്പുഴ കായംകുളത്ത് കോളേജിന് സമീപം MDMA-യുമായി 2 യുവാക്കൾ പിടിയിലായി. കരുനാഗപ്പള്ളി സ്വദേശി റീഗൽ രാജ്, മൈനാഗപ്പള്ളി സ്വദേശി ആകാശ് എന്നിവരാണ് പിടിയിലായത്. 23 ഗ്രാം MDMA ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊല്ലം.